അവളെ ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാൻ. കാരണം എൻ്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. എൻ്റെ പപ്പ എപ്പോഴും പറയുന്നത്, നീ ഈ പെണ്ണ് പറയുന്ന എല്ലാം ചുമ്മാ മേടിച്ച് കൊടുത്തോണ്ടിരിക്കില്ല. പണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല ടോയ്സ് ഒന്നും. കുഞ്ഞുങ്ങൾക്ക് കിട്ടട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ചുമ്മാ ഓരോന്നും അവർ പറയുന്നതൊക്കെ പറ്റുന്ന സമയത്തൊക്കെ മേടിച്ചു കൊടുക്കും. അപ്പം ഞാനൊരു സമയത്ത് ഞാൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കി, മോളെ അപ്പയുടെ കയ്യിൽ ഇത്രയേ ഉള്ളൂ പൈസ, അപ്പയ്ക്ക് ഇത്ര രൂപ ശമ്പളം, ഇത്ര ചിലവ് കഴിഞ്ഞാൽ ഇത്ര രൂപ നമ്മുടെ മിച്ചമുള്ളൂ, ഇതുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവളെന്നോട് ചോദിച്ചു, അപ്പ എന്തുകൊണ്ട് അപ്പ ഇത് ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ല, അല്ലെങ്കിൽ പപ്പ ഇത്രയും ബുദ്ധിമുട്ടിട്ടാണ് പോകുന്നതെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഇപ്പം, ഇനി നീ അങ്ങ് കേട്ട അനുസരിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മളിപ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോകണമെങ്കിലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ ആദ്യം എതിര് പറയുന്നത് എൻ്റെ മകളാണ്. അവൾ പറയും, വേണ്ട, വീട്ടിൽ ഭക്ഷണം ഇരിപ്പില്ലേ, അത് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ആ സാധനം മേടിക്കണ്ട, അത് കഴിച്ചാൽ മതി, അല്ല അതങ്ങനെ എടുത്താൽ മതി എന്ന് പറഞ്ഞ് ഞാനൊരു മഹത്വമായിട്ട് പറയല്ല, പക്ഷേ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ ബുദ്ധിമുട്ട് എന്തുവാന്ന് കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ടും അറിയണം. അവരെ ആ രീതിയിൽ നമ്മൾ വളർത്തിയെടുത്തു. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മളെന്താ പറയും, ഇപ്പോൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ പിള്ളേർ പറയും, എൻ്റെ അപ്പൻ ഇത്രയും കാശുണ്ടായിട്ടും എനിക്കൊന്നും തന്നില്ല, എന്നെ നോക്കിയില്ല, എനിക്ക് മറ്റു ആൾക്കാരൊക്കെ യമഹ മറ്റേ ബൈക്കിൽ പോയപ്പം ഞാൻ നടന്നാണ് പോയിട്ടുള്ളത്, ബസ്സിൽ കയറി പോയിട്ടുള്ളത്. അങ്ങനെ നടന്നു പോയി അപ്പനും കൂടെ നടക്കുന്നുണ്ട്. അപ്പനും ഇങ്ങനെ നടന്ന് ജോലി ചെയ്ത വസ്തുക്കളും അല്ല സ്വത്തുക്കളും ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഇവ സുഖമായിട്ട് അനുഭവിക്കുന്നതെന്നല്ല. ഇന്ന് അവൾ നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ച് അവളെ അങ്ങനെ വിട്ടത് ഒരുപക്ഷെ ചിലപ്പോൾ പിള്ളേർ ചിന്തിക്കണമെന്നില്ല. മക്കൾ ഒരിക്കലും ചിന്തിക്കത്തില്ല. ചില സമയത്ത് അവർ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു, ഞങ്ങൾക്ക് അങ്ങനെ വലിയൊന്നും തന്നില്ല, നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നില്ല. മക്കൾ കരുതരുത് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാഞ്ഞിട്ട് അപ്പനും അമ്മയും അപ്പുറത്ത് ബിരിയാണി കഴിക്കുക എന്നുള്ളത്. അവർ ഇതിനേക്കാളും ബുദ്ധിമുട്ടുള്ള ഭക്ഷണമായിരിക്കും ചിലപ്പോൾ കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പണ്ടൊരു കഥയിൽ ഞാൻ പറയുന്നുണ്ടായി, എൻ്റെ അമ്മ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ എനിക്ക് കൊതി വരും. അമ്മ ഭക്ഷണം കഴിക്കുന്ന രീതി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അമ്മ എന്തോ ഞങ്ങൾക്ക് തരാതെ പാത്ത് വെച്ച് അമ്മ കഴിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ അമ്മ ഒരു ഉരുള എനിക്ക് പറഞ്ഞപ്പോൾ അമ്മ ഒരു ഉരുള ഉരുട്ടി തന്നപ്പോൾ ഞാൻ തൊട്ടുമുമ്പ് കഴിച്ചതേ ഉള്ളൂ ഭക്ഷണം. യാതൊരുമായ രുചിയില്ലായിരുന്നു ആ ഭക്ഷണത്തിന്. ഞാൻ അന്നേരമാണ് അമ്മയുടെ പ്ലേറ്റിലോട്ട് ശ്രദ്ധിച്ചപ്പോൾ ഞങ്ങൾക്ക് തന്ന പല കൂട്ടാനും അമ്മയുടെ പ്ലേറ്റിലില്ല. കാരണം അധികം കാണത്തില്ല. അമ്മ കഴിക്കുമ്പോൾ ലാസ്റ്റിൽ അമ്മ എന്താ പറയുക, ഇപ്പോൾ ഈ മീൻചട്ടിക്ക് അതിൽ ഇത്തിരി ചോറിട്ടിട്ട് കലക്കി വടിച്ചെല്ലാം കൂടെ ഇട്ട് കഴിക്കുക പറഞ്ഞാൽ അമ്മ ഉള്ളതെല്ലാം കൂടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക. പക്ഷേ അത് അധ്വാനിച്ചതായതുകൊണ്ട് ആ കഴിക്കുന്നത് ആസ്വദിച്ച് അമ്മ കഴിക്കുന്നു. അത് കണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുമ്പോൾ അമ്മ എന്തോ ഞങ്ങൾക്ക് തരാതെ കഴിക്കുക. ഇത് എൻ്റെ വീട്ടിലെ സംഭവമല്ല, ഇത് പല വീട്ടിൽ നടക്കുന്ന സംഭവമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, കുഞ്ഞുങ്ങൾ അറിയണം അപ്പൻ്റെ അമ്മയുടെ ബുദ്ധിമുട്ട്.